ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എത്തിക്കാം, മൂന്നിനെയും ഒരുമിച്ച് തന്നെ തീർത്തേക്കാം. അതോടെ തീരുമല്ലോ ഈ വിഷമത്സ്യങ്ങളുടെ ശല്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഋഷിയെ കൂട്ടിക്കൊണ്ടുവരാനായി ഒരു നാഗത്തെ ഋഷിക്കരികിലേക്ക് അയച്ചു. ആ നാഗം പ്രതയുടെ രൂപത്തിൽ ഋഷിക്കരികിൽ എത്തി. ഋഷിയേട്ടാ, നമ്മുടെ മോള് നാഗലോകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവളെ നമുക്ക് രക്ഷിക്കണം. ഋഷിയേട്ടാ വാ. അത് കേട്ട ഋഷി ചോദിച്ചു, പ്രത, ഒരു സാധാരണ പെണ്ണായ നമ്മുടെ മോൾ എങ്ങനെയാണ് നാഗലോകത്തിൽ അകപ്പെട്ടത്? എല്ലാം പറയാം, ഋഷിയേട്ടൻ വാ. ഇത്രയും പറഞ്ഞ് ഋഷിയെ പ്രതയുടെ രൂപത്തിൽ നിന്ന് ആ നാഗം നാഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയ ഋഷി കണ്ടത് വലയത്തിനുള്ളിൽ അകപ്പെട്ട പ്രതയെയും പ്രാർത്ഥനയുമാണ്. പെട്ടെന്ന് ഋഷി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രതയെ നോക്കി. പെട്ടെന്ന് ആ നാഗം അവൻ്റെ വിശ്വരൂപത്തിലേക്ക് വന്ന് ഋഷിയെയും മാന്ത്രിക വലയത്തിൽ പൂട്ടി. തൻ്റെ മുന്നിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഋഷി ചിന്തിച്ചു. പെട്ടെന്നാണ് ഋഷി അത് കണ്ടത്. പ്രാർത്ഥന ഇച്ഛാധാരി നാഗകന്യകയായി നിൽക്കുന്നു. പ്രത, എന്താ ഇത്? പ്രാർത്ഥന എങ്ങനെ നാഗകന്യകയായി? ഋഷി ഈ ചോദ്യം പ്രതയോട് ചോദിക്കുന്നതോടൊപ്പം അവൻ്റെ കൺകളും നിറഞ്ഞൊഴുകി. മഹാദേവ, നമ്മുടെ മോള് എന്തും നടക്കരുതെന്നാണോ നമ്മൾ കരുതിയത്? അതാണ് നടന്നിരിക്കുന്നത്. അതും മത്സ്യകന്യകയാകേണ്ട നമ്മുടെ മോള് ഇപ്പൊ നാഗകന്യകയായോ? എന്താണിത് മഹാദേവ? തൻ്റെ മുന്നിൽ കണ്ട സത്യം അംഗീകരിക്കാൻ ഋഷിക്കായില്ല. ഋഷി അലറിക്കരഞ്ഞു. ഋഷിയുടെ അലർച്ച നാഗലോകത്തെ ഒന്നടങ്കം ഒന്ന് കുലുക്കി. പ്രതയെയും പ്രാർത്ഥനയെയും തന്നെയും ബന്ധിച്ചിരുന്ന വലയങ്ങൾ പോലും ഋഷിയുടെ അലർച്ചയുടെ ആഘാതത്തിൽ പൊട്ടിപ്പോയി. മൂവരും വലയങ്ങൾ ഭേദിച്ച് പുറത്തു വന്നു. ഇതെല്ലാം കണ്ട് പ്രാർത്ഥന ആകെ ഞെട്ടുന്നുണ്ടായിരുന്നു. താനൊരു മത്സ്യകന്യകയും നാഗകന്യകയുമായ മത്സ്യനാഗിനിയാണെന്നുള്ള കാര്യം അവളുടെ അച്ഛന് അറിയാമെന്ന് വിഷ്ണുപ്രിയ പറഞ്ഞ കാര്യം അവൾ പെട്ടെന്നോർത്തു. മഹാദേവ, മിസ്റ്റർ ഋഷഭിന് ഞാൻ മത്സ്യനാഗിനിയാണെന്ന് അറിയില്ല. മിസ്റ്റർ ഋഷഭിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യമായ വിഷമത്താൽ ഉണ്ടായതാണ് ആ അലർച്ച. ആ അലർച്ചയ്ക്ക് അത്രയ്ക്കും ശക്തിയുള്ളത് കൊണ്ടാണ് ഈ മാന്ത്രിക വലയങ്ങൾ പോലും ഭേദിച്ച് നമ്മൾ മൂവരും പുറത്തു വന്നത്. അപ്പോ തെറ്റ് പറ്റിയത് ആർക്ക്? എനിക്കാണോ? അല്ല, ഇയാൾ ഈ കാണിക്കുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കും? പ്രാർത്ഥന ആകെ ആശയക്കുഴപ്പത്തിലായി. അതേസമയം പ്രത ഓടിപ്പോയി ഋഷിയോടായി വിക്കലോടെ പറഞ്ഞു, ഋഷിയേട്ട, ഒന്ന് സമാധാനിക്ക്. എല്ലാം ഞാൻ പറയാം. ഋഷിയേട്ടൻ, ഒന്ന് സമാധാനിക്ക്. ഇപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മോളെ ഇവർ കൊല്ലും. ഇത്രയും പ്രത ഋഷിയോടായി പറയവേ ഋഷി പെട്ടെന്ന് ഊർജം വീണ്ടെടുത്തു. ഏയ് നാഗങ്ങളെ, എൻ്റെ ഭാര്യ പ്രതയെയും മകൾ പ്രാർത്ഥനയെയും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇന്ദ്രദേവനാണേ സത്യം, ഈ നാഗലോകം ഞാൻ കത്തിക്കും. പിന്നെ നിങ്ങളുടെ അംശമേ ബാക്കിയുണ്ടാവില്ല. ശേഷ മത്സ്യരാജാവായ ഋഷിയാണ് ഈ പറയുന്നത്. ചിറകുകളുടെ ശക്തിയുള്ള ശേഷ മത്സ്യരാജാവാണ് ഞാൻ. പെട്ടെന്നാണ് നാഗങ്ങൾ പ്രാർത്ഥനയെ വളഞ്ഞത്. അവർ പ്രാർത്ഥനയെ ഇടം വലം മാറാതെ ദംശിക്കാൻ തുടങ്ങി. അത് കണ്ടതും ദേഷ്യത്തിൽ നിന്ന ഋഷി തൻ്റെ കണ്ണിലെ കത്തിജ്വലിക്കുന്ന ദേഷ്യത്താൽ നാഗലോകം മുഴുവൻ കത്തിക്കാൻ തുടങ്ങി. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുന്നത് നിങ്ങളാണെങ്കിൽ അതിൽ പരം ഒരു ശാപം എനിക്കിനി കിട്ടാനില്ല. രക്ഷിക്ക് ഋഷിയേട്ടാ നമ്മുടെ മോളെ. ഇന്ദ്രനീലം ഇപ്പോൾ എവിടെയാണ്? വലിയ മുത്തശ്ശിയുടെ കയ്യിലാണ്. വലിയ മുത്തശ്ശിയോ? അതായത് വിഷ്ണുപ്രിയ വല്യമ്മ. ഗുരുദേവ, നമ്മുടെ മോള്. പ്രാർത്ഥനയുടെ ശരീരത്തിലെ വിഷം മുഴുവൻ മാറുമ്പോൾ അവൾ കണ്ണു തുറക്കും. പക്ഷേ
വിഷം വലിച്ചെടുക്കുന്ന ആൾ മരണപ്പെടും. ഋഷിയേട്ടാ, ഋഷിയേട്ടാ, എന്റെ ഋഷിയേട്ടാ. മോളെ പ്രത